നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. നാശം വിതച്ച് ചുഴലിക്കാറ്റും പ്രളയവും. വമ്പൻ ചുഴലിക്കാറ്റിൽ നിന്ന് രക്ഷ തേടുകയാണ് ന്യൂസിലാൻഡ്. കനത്ത നാശനഷ്ടമാണ് രാജ്യത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ചുഴലിക്കാറ്റ് രാജ്യത്താകെ നാശം വിതയ്ക്കുന്നതിനെ തുടർന്ന് ന്യൂസിലാൻഡിൽ 6 ഇടങ്ങളിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഗബ്രിയേല ചുഴലിക്കാറ്റ് കനത്ത പ്രളയത്തിനും മണ്ണിടിച്ചിലിനും കാരണമായതിനാലാണ് നടപടി. കൂടുതൽ കാര്യങ്ങൾ അറിയാം പ്രവാസി മലയാളിയിലൂടെ. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. കൂടുതൽ പ്രവാസി വാർത്തകൾ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ എത്തിച്ചേരാൻ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യൂ. അതുപോലെ തന്നെ പ്രവാസി വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളുമായി പങ്കുവയ്ക്കൂ. വാർത്തകൾ പങ്കുവയ്ക്കേണ്ട മെയിൽ ID pravasiviseshങ്ങൾ@gmail.com. വാർത്തകളിലേക്ക് വരാം. ന്യൂസിലാൻഡിന്റെ വടക്കൻ മേഖലയിലാണ് ഗബ്രിയേല ചുഴലിക്കാറ്റ് കനത്ത നാശനഷ്ടം ഉണ്ടാക്കിയത്. ഓക്ലാൻഡ് ഉൾപ്പെടെ 5 മേഖലകളെ അക്ഷരാർത്ഥത്തിൽ ചുഴലിക്കാറ്റും കനത്ത മഴയും തകർത്തെറിഞ്ഞു എന്ന് പറയാവുന്നതാണ് ഇവിടുത്തെ അവസ്ഥ. 58,000 വീടുകളിലാണ് മേഖലയിൽ വൈദ്യുതി ബന്ധം താറുമാറായിട്ടുള്ളത്. നിരവധി വീടുകളാണ് ഇവിടെ തകർന്നത്. ഔദ്യോഗിക കണക്ക് പ്രകാരം തന്നെ 50,000-ഓളം വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. യഥാർത്ഥ കണക്ക് ഇതിലുമേറെ വരുമെന്നാണ് റിപ്പോർട്ടുകൾ. തീരമേഖലകളിൽ പലയിടത്തും റോഡുകളിൽ വെള്ളം കയറി. ഉയർന്ന തിരമാലകൾ കരയിലേക്ക് ഇടിച്ചു കയറി. വീടുകൾക്ക് മേൽ പലയിടത്തും കൂറ്റൻ മരങ്ങൾ വീണു. ജീവൻ രക്ഷിക്കാനായി ഇവിടുത്തെ ജനങ്ങൾ മറ്റിടങ്ങളിലേക്ക് പലായനം ചെയ്യുകയാണ്. ഓക്ലാൻഡ് ഉൾപ്പെടെ 5 മേഖലകളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാണ് സർക്കാർ ചുഴലിക്കാറ്റിനെ നേരിടുന്നത്. നോർത്ത്ലാൻഡ്, ഓക്ലാൻഡ്, തൈറാവ്ഹിറ്റി, ബേ ഓഫ് പ്ലെന്റി, വെക്കോട്ടോ, ഹൗസ് ബേ എന്നീ 6 പ്രദേശങ്ങളിലാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇന്ന് പുലർച്ചെ ന്യൂസിലാൻഡ് മന്ത്രി കിരൺ മക്നൗൾട്ടി ഇത് സംബന്ധിച്ച പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ചു. ഇതിനു മുമ്പ് അദ്ദേഹം പ്രധാനമന്ത്രി ക്രിസ് ഹിപ്കിൻസുമായും പ്രതിപക്ഷ വക്താവുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ദേശീയ അടിയന്തരാവസ്ഥ പരിഗണനയിലാണെന്ന് പ്രധാനമന്ത്രി ക്രിസ് ഹിപ്കിൻസ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. യാത്രാ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതും പരിഗണനയിലാണെന്നും അദ്ദേഹം അറിയിച്ചു. 11.5 മില്യൺ ന്യൂസിലാൻഡ് ഡോളറിന്റെ അടിയന്തര ധനസഹായം ഈ മേഖലകൾക്കായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നും നാളെയും കനത്ത മഴയാണ് ന്യൂസിലാൻഡ് കാലാവസ്ഥാ കേന്ദ്രമായ മെറ്റ് സർവീസ് പ്രവചിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഗബ്രിയേല ചുഴലിക്കാറ്റ് ഭീഷണി ശക്തമായി തുടരുകയാണ്. അതേസമയം മോശം കാലാവസ്ഥ കാരണം നിരവധി വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട്. ചുഴലി ഭീഷണിയുള്ള മേഖലയിലെ പൊതുഗതാഗതവും വലിയ ഭീഷണിയിലാണ്. ഒരാഴ്ച മുൻപ് ഓക്ലാൻഡിൽ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും 4 പേർ മരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഗബ്രിയേല ചുഴലിക്കാറ്റും കനത്ത നാശം വിതയ്ക്കുന്നത്. പ്രതികൂലമായ കാലാവസ്ഥ വടക്കൻ മേഖലയിലാണ് ഏറ്റവും അധികം നാശം വിതച്ചത്. രാജ്യം ഏറ്റവും മോശമായ അവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നത്. ചുഴലിക്കാറ്റ് പ്രളയത്തിന് കാരണമാവുകയും രാജ്യത്തെ റോഡുകൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കും നാശം വിതയ്ക്കുകയും ചെയ്തിരിക്കുകയാണ്, കിരൺ മക്നൗൾട്ടി അറിയിച്ചു. ഇന്ന് കനത്ത മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ട്. ഇക്കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ടതിന്റെ ആവശ്യകത വിലയിരുത്തുന്നതിനായി ഇതു സംബന്ധിച്ച വിഭാഗം ദുരിതബാധിത പ്രദേശങ്ങളിലെ പ്രാദേശിക സിവിൽ ഡിഫൻസ് എമർജൻസി മാനേജ്മെന്റ് ടീമുകളുമായി നിരന്തരം ആശയവിനിമയം നടത്തിവരികയായിരുന്നു. ടീമുകൾ വിലയിരുത്തൽ നടത്തി തനിക്കും പ്രധാനമന്ത്രിക്കും കൃത്യമായ വിവരങ്ങൾ നൽകിയിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ടതില്ല എന്നായിരുന്നു ഇതുവരെയുള്ള തീരുമാനം. എന്നാൽ കാലാവസ്ഥ പ്രതികൂലമായി തന്നെ തുടരുന്നതിനാൽ ഇത്തരത്തിൽ നടപടി സ്വീകരിക്കുകയായിരുന്നു. ദുരിതബാധിത മേഖലകളിൽ സഹായം എത്തിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മക്നൗൾട്ടി പറഞ്ഞു. ഉയർന്ന വിദ്യാഭ്യാസവും പ്രവൃത്തി പരിചയവുമുള്ളവരുടെ വാഗ്ദത്ത ഭൂമിയായ ന്യൂസിലാൻഡിൽ ഒട്ടേറെ മലയാളികളാണ് ഉള്ളത്. വലിയ രാജ്യമാണെങ്കിലും ആകെ 35 ലക്ഷമാണ് ഇവിടുത്തെ ജനസംഖ്യ. ഒട്ടേറെ മലയാളികൾ ഇവിടേക്ക് കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ തന്നെ കുടിയേറിയിട്ടുണ്ട്. ഉയർന്ന ജീവിത നിലവാരം, വിദ്യാഭ്യാസ സൗകര്യങ്ങൾ, മികച്ച വേതന നിരക്ക്, കുറഞ്ഞ കുറ്റകൃത്യ നിരക്ക്, ആധുനിക ചികിത്സാ സൗകര്യങ്ങൾ എന്നിവയ്ക്കൊപ്പം തന്നെ നല്ല കാലാവസ്ഥയും ന്യൂസിലാൻഡിന്റെ സവിശേഷതകളായി പറഞ്ഞിരുന്നു. പക്ഷേ ആഞ്ഞു വീശുന്ന ചുഴലിക്കാറ്റിൽ പറന്നുപോകുന്നത് മലയാളി പ്രവാസികളുടെ പ്രതീക്ഷകൾ കൂടിയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.